ഹലോ, നമ്മളിപ്പോൾ പോണത് ഒരു തട്ടുകടയിലേക്കാട്ടോ. ഒരു കുഞ്ഞു ദോശയൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പെട്ടെന്നേനു മൂപ്പര് വിളിച്ചങ്ങാണ്ട് നമുക്ക് ദോശ കഴിക്കാൻ വേണ്ടി പോവാതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് ഞാൻ ചാടി കയറി മാറ്റി ഇറങ്ങി. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഫസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ വണ്ടിയിൽ കയറിയപ്പോഴാണ് ആ ദോശ കഴിക്കാൻ പോണ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയത്. അങ്ങനെ നമ്മളിപ്പോൾ ദോശ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാട്ടോ പോകണത്. നമ്മളെപ്പോഴും അവിടെ പോയിട്ടാണ് എപ്പോഴും നമ്മൾ ദോശ കഴിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകണത്. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷനൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഏകദേശം നമ്മളെ ബേബീൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. കാലിക്കറ്റ് ബേബിക്ക് അറിയണവർക്കൊക്കെ അറിയണമല്ലോ. അരയിടത്ത് പാലം അതിൻ്റെ ഒക്കെ അടുത്താട്ടോ. അതിൻ്റെ അടുത്തൊരു വാസനയ്ക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞി തട്ടുകട. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. എപ്പോഴും നല്ല ഫുഡായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവിടെ എപ്പോഴും അത്രയ്ക്ക് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാവും. നമുക്ക് പോയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആർക്കെങ്കിലും ദോശയൊക്കെ കഴിക്കാൻ തോന്നിയാൽ ഇൻഷാ അല്ലാ അവിടെയൊക്കെ പോയി കഴിക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് അവിടുത്തെ ദോശ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കാലിക്കറ്റിലെ ലുലു മാൾ കേട്ടോ. നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാനുള്ള നേരമില്ല. അപ്പോൾ തൽക്കാലം നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടോളൂ. ഇൻഷാ അല്ലാ ലുലുവിൽ ഇനി എപ്പോഴേലും പോവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ലുലുവിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അധികം ആൾക്കാരും വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലുലുവിൻ്റെ ഒക്കെ അടുത്ത് കൂടാണ് പോണത്. കാണുമ്പോൾ കയറാനൊക്കെ തോന്നുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ കയറുന്നില്ല. നമുക്ക് ദോശ കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോവാം. വേറെ അങ്ങോട്ടും ഇപ്പോൾ കറങ്ങാനുള്ള സമയമില്ല ഗൈസ്. അപ്പം നമ്മളിങ്ങനെ പോവാട്ടോ. നിങ്ങളും വരി നമ്മളെ കൂടെ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങളും നമ്മളെ കൂടെ ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ സങ്കല്പിക്കാം. നമ്മൾ മൂപ്പരെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഓർക്കാർക്കും സമയമില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് ബിസിയിലാണ്. അതുകൊണ്ട് അവരൊന്നും വന്നില്ല. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോസിലൊക്കെ മൂപ്പരെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാ ഏകദേശം സ്ഥലത്താനായിരിക്കണം കേട്ടോ. നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടിയേ ഉള്ളൂ. എനിക്ക് കറക്റ്റായിട്ട് ലൊക്കേഷനൊന്നും പറയാനൊന്നും അറിയില്ല. എന്നാലും ഇതാണ് ഗൈസ് നമ്മുടെ തട്ടുകട. സാധാരണ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ പോയിട്ട് വണ്ടി നിർത്തൽ. ഇന്നിപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാണ്, വണ്ടികളാണ് ഫുള്ള്. അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. ഗൈസ്, ഇതാണ് ദോശ. 3 ദോശ ഉണ്ടാവും കേട്ടോ ഒരു പ്ലേറ്റിൽ. ഒരു പ്ലേറ്റിന് 30 ഉറുപ്പ്യ കേട്ടോ. അതിൽ ചിക്കൻ പീസിന് പൈസ കൊടുക്കണം. ചിക്കൻ പീസിന് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് മൂപ്പർക്ക് അറിയുള്ളൂ. ഞാൻ പിന്നെ മൂപ്പരോട് ചോദിക്കാനും മറന്നു. ഞാൻ അങ്ങനെ പൈസ ഒന്നും ചോദിക്കില്ല, ഞാൻ ഇങ്ങനെ തിന്നുള്ളൂ. കൂടെ പോവാ തിന്നാം. പിന്നെ ദോശൻ്റെ റേറ്റ് ഞാൻ ഇതിന് മുമ്പ് ചോദിച്ചിരുന്നു. എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഇനിയും വാങ്ങി തന്നിനി. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചിരുന്നു, എല്ലാം നീ ദോശക്ക് എത്രയാണ്? അപ്പോൾ ഒരു പ്ലേറ്റിന് 30 ഉറുപ്പ്യാന്ന് പറഞ്ഞിനി. പല സ്ഥലത്തും പല റേറ്റാട്ടോ. ഇവിടെ 30 ഉറുപ്പ്യാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. 3 ദോശ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആട്ടോ. 3 തരം കറികളും ഉണ്ടാവും. ഒരു ചട്നി, സാമ്പാർ, പിന്നെ എന്ത് കറിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് 3. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റാളെ കയ്യിലാണ് ഫോണ്. അതുകൊണ്ട് അതിൻ്റേതായ കുറേ കുരുത്തക്കേട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. പലതും കാണാം. എപ്പോൾ കാണില്ലേ, അത് ഗോകുലമ്മാളിൻ്റെ ഒരു സൈഡാട്ടോ. ഗോകുലമ്മാളൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവും. അതിൻ്റെ ഒരു ബാക്ക് ഭാഗമോ ഏതൊരു സൈഡ് ഭാഗമാണത്. നേരെ അങ്ങോട്ട് പോയിട്ട് വളഞ്ഞിട്ടെന്തോ ആണ് ഗോകുലമ്മാളിൻ്റെ ഫ്രണ്ട് ഭാഗം. അത് ഫ്രണ്ടല്ല കേട്ടോ, ബാക്കോ സൈഡോ അങ്ങനെ എന്തോ ആണ്. മറ്റാളെ കയ്യിലായതുകൊണ്ട് മറ്റാൾ ഫോണ് കയ്യിൽ കിട്ടിയ പല ടൈപ്പിലായിരിക്കും മൂപ്പര് വീഡിയോ എടുക്കുക. ഗൈസ്, ഇതാണ് ചായ, കട്ടൻ ചായ. നല്ല ടേസ്റ്റുള്ള പണ്ടത്തെ എൻ്റെ വല്യമ്മക്ക് ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ചായൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നു കേട്ടോ ഈ ചായയിൽ. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ഒരു ഫീല്
ചായ പിന്നെ ഫ്രീ ആട്ടോ, അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണേലും എടുത്ത് കുടിക്കാം. പത്തുവിനും ഭയങ്കര ഇഷ്ടമാട്ടോ ചായ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന അധികം ആൾക്കാരും ദോശക്ക് തിന്നാനൊക്കെ പൂതിയുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പോയിക്കോളിട്ടോ. കാലിക്കറ്റ് ഉള്ളവരായിക്കോട്ടെ, ഇനി പുറത്തുള്ള ആരെങ്കിലും ഈ വഴിയൊക്കെ വരാണെങ്കിൽ നോക്ക്. വീഡിയോയിൽ ഓരോന്ന് കാട്ടിക്കൂട്ടിയത് കണ്ടില്ലേ? മൂപ്പരെ കയ്യിൽ ഫോൺ കൊടുത്തതാണ് പ്രശ്നം. ഓരോന്ന് കാട്ടിക്കൂട്ടും, ബ്രൈറ്റ്നസ് കുറച്ചിട്ടും കൂട്ടിയിട്ടും. വീഡിയോ എങ്ങനെ എടുക്കാൻ പറഞ്ഞോ അതുപോലെ ആയിരിക്കില്ല മൂപ്പർക്ക്. ഞാനാണെങ്കിൽ മൊയിന്തിൻ്റെ അരി അതിൽ നോക്കി ചിരിക്കുകയും ചെയ്ത്. അയ്യോ അല്ലല്ലാ പഠിച്ചനെ. ഇതൊക്കെയാണ് മൂപ്പര കഥ. മൂപ്പര് പറഞ്ഞെങ്കിലും മൂപ്പരെ വീഡിയോയിൽ എടുക്കരുത് എന്നൊക്കെ. പക്ഷെ ഞാൻ എടുക്കും, അത് എൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ മാത്രം വന്നാൽ പോരല്ലോ, മൂപ്പരും വരണ്ടേ. മൂപ്പർക്ക് ഭയങ്കര ഇത്. നായ്ക്കളൊക്കെയാണ് ഇവിടെ. ഓരോരുത്തരിങ്ങനെ ചിക്കൻ്റെ എല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. മൂപ്പര് വാങ്ങിയത് 3 ദോശയും അതിലേക്ക് ഒരു ഓംലേറ്റും കേട്ടോ. മൂപ്പർക്ക് ചിക്കൻ പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ചിക്കൻ പീസ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെയല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിൻ്റെ കൂട്ട് എന്താണെന്നൊക്കെ ചോദിക്കേനീന്ന്. ഇതിൻ്റെ കായ ഉണ്ടല്ലോ, ചിക്കനിൽ കായ നിൽക്കണേ, അത് എന്താണെന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ആണുങ്ങൾ ഉണ്ടാക്കണതുകൊണ്ടാണോ അറിയില്ല. ഒരു ആണുങ്ങൾ കേട്ടോ അവിടെ ഉള്ളത്, 3 ആൾക്കാരാണ്. ഓണർ മലയാളിയാണ്, പിന്നെ അവിടെ ഉള്ളത് 2 ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നത്. കണ്ടാലും മലയാളീസിൻ്റെ കാര്യമുണ്ടാവും, പക്ഷെ ഓപ്പറ് പറഞ്ഞ് ഹിന്ദിക്കാരാണ്. പക്ഷെ നല്ല വൃത്തിയാട്ടോ, വൃത്തിൻ്റെ കാര്യത്തിലൊന്നും പറയില്ല. നല്ല വൃത്തിയാണ്, നല്ല ക്ലീനാണ്, അടിപൊളിയാണ്. അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും അവിടെ തന്നെ വന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. നമ്മൾ വേറെയും കുറേ സ്പോട്ടിലൊക്കെ പോയിക്കണം കേട്ടോ. അവിടെ ഒന്നും ഇത്ര തിരക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ഫുഡ് വലിയൊരു ലൈക്കാവലില്ല. ഇവിടാണ് നമുക്ക് ലൈക്കായത്. അതുകൊണ്ട് ഇവിടാണ് നമ്മളധികം ഫുഡ് കഴിക്കാൻ കയറൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇതിപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ എടുക്കണം വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മളവിടെ കൂടുതൽ നിന്നിട്ടില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം നമ്മളെന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മളെ കല്ലായി ആണ് കേട്ടോ. കാലിക്കറ്റ് അറിയുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ആക്കുക, ലൈക്ക് ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.